ഹായ് മൈ ലിറ്റിൽ വേർഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്കൊരു ഞണ്ട് ഫ്രൈ ആണ് കേട്ടോ. ഞാനല്ല ഞണ്ട് ഫ്രൈ റെഡിയാക്കുന്ന അമ്മയാണ്. ഇന്നൊരു പനിയുള്ള ദിവസമാണ്. അപ്പോൾ എനിക്ക് ഞണ്ട് കഴിക്കണമെന്നുള്ളൊരു ആഗ്രഹം പറഞ്ഞു. അപ്പോൾ അച്ഛൻ വാങ്ങിയിട്ട് വന്നതാണ് ഞണ്ട്. അപ്പോൾ അതിനമ്മ നല്ല രീതിയിൽ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. നല്ല അടിപൊളിയാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതാണ് ഞണ്ട്. ഞണ്ട് എവിടെ കിട്ടിയാലും ഞാൻ കഴിക്കും. അതിലേക്ക് നമുക്ക് കുറച്ച് സാധനങ്ങൾ വേണം: സവാള, തക്കാളി, പച്ചമുളക്, വേപ്പിൻ്റെ ഇല. അപ്പം ഈ 4 സാധനങ്ങൾ എടുത്തു വെച്ചിട്ടുണ്ട്. നമുക്ക് നമ്മുടെ ചട്ടി അടുപ്പത്ത് വെച്ച് ചൂടായതിനു ശേഷം എണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം നമുക്ക് മുളകും വേപ്പിൻ്റെ ഇലയും ഇട്ട് അതിൻ്റെ ഒരു പച്ച കുത്ത് കളയാം. അതിലൊന്ന് നമുക്ക് ഇളക്കി കൊടുക്കാം കേട്ടോ. അതിന് ശേഷം തക്കാളി ഇട്ടുകൊണ്ട് നമുക്കൊന്ന് ഇളക്കാം. അതിൻ്റെയൊക്കെ ഒരു പച്ചക്കുത്ത് പോകുന്ന വരെ നമ്മളൊന്ന് വഴറ്റിയെടുത്താൽ മതി. അതിനുശേഷം നമ്മുടെ സബോള ഇടാം. സബോള ഇതേപോലെ തന്നെ നല്ല രീതിയിൽ ഇടാം. അതിൻ്റെ ഒപ്പം തന്നെ മഞ്ഞൾപ്പൊടി, അതുപോലെ ഉപ്പ്, അങ്ങനെയുള്ള ഇതിട്ട് നമ്മൾ നല്ല രീതിയിലൊന്ന് വഴറ്റി കൊടുക്കുക. നന്നായി ഒന്ന് വഴറ്റി കൊടുക്കുക കേട്ടോ. ഇത് സിമ്പിളായിട്ട് ചെയ്യുന്ന ഒരു റെസിപ്പിയാണ്. പിന്നെ നമ്മൾ ഇഞ്ചിയും പച്ചമുളകും പേസ്റ്റാണ് അതിലോട്ട് ആഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇവിടെ മസാലപ്പൊടികൾ: മുളക് പൊടി, മല്ലിപ്പൊടി, മസാല. നമ്മളിവിടെ യൂസ് ചെയ്തിട്ടുള്ളത് ഗരം മസാലയാണ്. അതിട്ടോട് നമുക്ക് നല്ല രീതിയിൽ ഒരു കുഴമ്പ്, ഒരു പേസ്റ്റ് രൂപത്തിൽ ആക്കിയിടാം. കുറച്ച് കുരുമുളകും പൊടിയും കൂടെ നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമുക്ക് പേസ്റ്റ് രൂപത്തിലായതിനു ശേഷം നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ ഞണ്ട് വേവാനായിട്ടുള്ള വെള്ളം. എന്നിട്ട് നമുക്ക് അതിനെ വറ്റിച്ചെടുത്ത് റോസ്റ്റ് പരുവത്തിലാക്കണം. അങ്ങനെ നമ്മുടെ ഞണ്ടുകുട്ടപ്പന്മാരെയൊക്കെ നമ്മളിങ്ങനെ പെറുക്കി ചട്ടിയിലോട്ട് ഇടുകയാണ്. അങ്ങനെ ഇട്ട് നമ്മൾ അടച്ചു വെച്ച് വേവിക്കുകയാണ് കേട്ടോ. അപ്പോൾ അടച്ചു വെച്ച് വേവിച്ച് നമുക്ക് ജസ്റ്റ് ഒന്ന് എടുത്തൊന്ന് ഇളക്കി നോക്കണം. നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി നോക്കാം. അത് തുറക്കുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര ഒരു സ്മെല്ലാണ് കേട്ടോ. ആ മസാലയുടെയും എല്ലാത്തിൻ്റെയും ഒക്കെ ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു സ്മെല്ലാണ് നമുക്ക് വരുന്നത്. പിന്നെ നമുക്കത് അടച്ചു വെച്ച് വേവിക്കാം. അപ്പം അതിനുശേഷം നമുക്ക് റോസ്റ്റ് ആയതിനു ശേഷം കാണാം. അപ്പോൾ നമ്മുടെ ഞണ്ട് കുട്ടപ്പന്മാരങ്ങട് നല്ല രീതിയിൽ അങ്ങ് റോസ്റ്റായി വന്നിട്ടുണ്ട്. കണ്ടോ? കാണുമ്പോൾ തന്നെ നമുക്ക് അങ്ങോട്ട് എടുത്ത് കഴിക്കാനായിട്ട് തോന്നും. അപ്പം നമുക്കിതാ നമ്മുടെ ഞണ്ട് റെഡി ആയിട്ടുണ്ട്. അടിപൊളി മണമാണ് കേട്ടോ, സ്മെല്ലാണ്. കുറേ നാളുകൾക്ക് ശേഷമാണ് ഞാനിത് കഴിക്കണത്. പുറത്ത് നല്ല മഴയുണ്ട്. അപ്പോൾ കഴിക്കുമ്പോൾ അടിപൊളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളി ടേസ്റ്റാണ്. നിർത്താൻ തോന്നില്ല, കഴിച്ചുകൊണ്ടേ ഇരിക്കാൻ തോന്നും. അത്രയ്ക്കും അടിപൊളി ടേസ്റ്റാണ് നമ്മുടെ ഞണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് ഈസി ആയിട്ട് നമ്മുടെ വീട്ടിൽ തന്നെ ചെയ്യാവുന്ന, എളുപ്പത്തിൽ ചെയ്തെടുക്കാവുന്നതാണ്. പിന്നെ എൻ്റെ അമ്മ വെക്കുന്ന കറികളൊക്കെ എനിക്ക് സ്പെഷ്യലായിട്ട് അതിനോട് ഭയങ്കര സ്നേഹമാണ്. എല്ലാവർക്കും അങ്ങനെയാണല്ലോ, അമ്മമാർ വെക്കുന്ന കറികളൊക്കെ ഇഷ്ടപ്പെടുമല്ലോ. അപ്പോൾ അടിപൊളിയാണ്. നമുക്ക് ഞണ്ട് കഴിക്കാനാണെങ്കിലും നമുക്കിത് അപ്പത്തിൻ്റെ കൂടെയോ കുറച്ചും കൂടെ ഗ്രേവി ഉണ്ടെങ്കിൽ അപ്പത്തിൻ്റെ കൂടെയൊക്കെ നമുക്ക് നല്ല രീതിയിൽ കഴിക്കാനായിട്ട് പറ്റും. ഇപ്പോൾ മസ്റ്റായിട്ട് എല്ലാവരും ഇത് ട്രൈ ചെയ്യുക. അപ്പോൾ ട്രൈ ചെയ്തിട്ട് എല്ലാവരും ഇതേപോലെയൊക്കെ ആസ്വദിച്ച് കഴിക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, ബൈ ബൈ.